നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഇ കൊമേഴ്സ് ബിസിനസ്സിനെ കുറിച്ചിട്ടാണ്. സ്വന്തമായിട്ട് ഒരു ഇ കൊമേഴ്സ് ബിസിനസ് തുടങ്ങുന്ന മുമ്പ് നമ്മൾ എന്തെല്ലാം സ്റ്റെപ്സ് മുന്നോട്ട് എടുക്കണം എന്നുള്ളതാണ്. ഞാൻ ഇന്നിങ്ങനെ ഒരു ക്ലാസ് എടുക്കാൻ തന്നെ ഇതിന് കുറച്ചധികം കാരണങ്ങളുണ്ട്. അതിൽ ഇന്ന് ഒരു റീസെൻ്റ്ലി എനിക്ക് വന്നൊരു മെസ്സേജാണ്. അതിൽ അദ്ദേഹം വന്നിട്ട് എന്നോട് ആദ്യം ഒരു ഇ കൊമേഴ്സ് വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ കോസ്റ്റ് എത്രയാകും എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ കോസ്റ്റ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു എനിക്ക് ഈ ഒരു കോസ്റ്റിൽ ഒരു ഇ കൊമേഴ്സ് വെബ്സൈറ്റും ആൻഡ്രോയിഡ് iOS ആപ്പ് ലഭിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ വെബ്സൈറ്റിൽ പുള്ളി അയച്ചു തന്ന വെബ്സൈറ്റിൽ കയറി നോക്കി. അപ്പോൾ അവിടെ തന്നെ എനിക്ക് മനസ്സിലായൊരു സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു റെഡിമെയ്ഡ് ടെംപ്ലേറ്റ് എടുത്ത് വെച്ചിട്ട് അതിൽ വർക്ക് ചെയ്തേക്കാം. അതായത് നമ്മൾ മനസ്സിലാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ റെഡിമെയ്ഡ് സോഫ്റ്റ്വെയറുകൾ നമ്മൾ പല സ്ഥാപനങ്ങളും ഉപയോഗിക്കുന്നുണ്ടല്ലേ. അത് പക്ഷേ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻ ഹൗസ് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. നമ്മളൊരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ഒരു മൊബൈൽ ആപ്പ് നമ്മൾ പബ്ലിക്കിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് നമുക്ക് കാലത്തിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരുത്തണം. കാലം എന്ന് പറയുന്നതിന് തെറ്റാണ്. ഡെയിലി നമുക്ക് അപ്ഡേറ്റ് ചെയ്യണം അല്ലേ. ഇന്ന് നമ്മളൊരു ഓഫർ ഇടുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യണം. യൂസറിൻ്റെ ഒരു ഇൻ്റർഫേസ്, അതായത് യൂസറിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമ്മുടെ വെബ്സൈറ്റ് എപ്പോഴും കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കണം. ഇപ്പം നമുക്കറിയാമല്ലോ വേൾഡിൽ ലാർജ്ലി ഉപയോഗിക്കുന്ന ഇ കൊമേഴ്സ് റെഡി ടു യൂസ് സോഫ്റ്റ്വെയർസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഷോപ്പിഫൈ അല്ലെങ്കിൽ വൂകൊമേഴ്സ്, അങ്ങനെ ഒരുപാടുണ്ട്. അപ്പോൾ ഇതിൽ ടോപ്പിൽ നിൽക്കുന്ന ഈ ഷോപ്പിഫൈ അല്ലെങ്കിൽ വൂകൊമേഴ്സ് ഒക്കെ അവരുടെ ഓരോ ദിവസവും അല്ലെങ്കിൽ അവർ ഓരോ ഡിസൈനിലും അവർ മാറ്റങ്ങൾ കൊണ്ടുവരാണ്. അപ്പോൾ അവരൊരു ബേസിക് തീം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ ആക്ച്വലി ഒന്നുമില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ തീമിൽ വർക്ക് ചെയ്ത് ഡിസൈൻ ചെയ്ത് കസ്റ്റമറുടെ എക്സ്പീരിയൻസ്, യൂസർ എക്സ്പീരിയൻസ് നമ്മൾ ബിൽഡ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഈ പറയുന്ന ഒരു ഡിസൈൻ ഒരു ഇൻഹൗസ് നമ്മളൊരു പ്രോഡക്റ്റ് മീൻസ് ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത് പോലെ നമുക്കൊരു വെബ്സൈറ്റ് ആളുകളിലേക്ക് എത്തിക്കാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾക്ക് എന്താ ചെയ്യാൻ പറ്റുക, അവിടെ ഇന്നിപ്പോൾ വേൾഡിൽ നമ്മൾ കാണുന്ന സക്സസ്ഫുൾ ആയിട്ടുള്ള എല്ലാ ഇ കൊമേഴ്സ് ബിസിനസ്സും അവർ സെറ്റപ്പ് ചെയ്തത് അവർ യൂസറുടെ ഒരു ഇൻട്രാക്ഷൻ, യൂസറുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിൻ്റെ ഡിസൈനിൽ ചേഞ്ചസ് കൊണ്ടുവരുന്നു, ഓഫർ കൊണ്ടുവരുന്നു, കളർ ചേഞ്ച് ചെയ്യുന്നു. അങ്ങനെയൊക്കെ ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ മിനിറ്റിലും ഇ കൊമേഴ്സിൽ പുതിയ പുതിയ കാര്യങ്ങൾ AI എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ഒരു സമയത്താണ് നമ്മൾ വെറും കുറഞ്ഞ പൈസയ്ക്ക് ഒരു റെഡിമെയ്ഡ് വെബ്സൈറ്റ്, റെഡിമെയ്ഡ് ആപ്പും നമ്മൾ ഉപയോഗിക്കുമ്പോഴുള്ള കുഴപ്പങ്ങൾ. അപ്പം ഞാൻ കണ്ട ആ ഒരു വെബ്സൈറ്റിൽ ഒരു പ്രോഡക്റ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ എൻ്റെ കോൺടാക്ട് നമ്പർ ചോദിക്കും. ആർക്കാണ് അത് ഇഷ്ടപ്പെടുന്നത്? ഒരാളൊരു പ്രോഡക്റ്റിൽ ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ ഷോപ്പിഫൈയുടെ ഒക്കെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് ഒരു പ്രോഡക്റ്റ് വാങ്ങാൻ വേണ്ടി ചെന്നു, നമുക്ക് ആ പ്രോഡക്റ്റ് വാങ്ങാൻ പറ്റിയില്ല. മീൻസ് ആ യൂസർ ആ പ്രോഡക്റ്റ് വാങ്ങിയില്ല. യൂസർ ആ പ്രോഡക്റ്റ് വാങ്ങാതെ തിരിച്ചു പോകുമ്പോൾ ആ ഒരു ടൈമിലായിരിക്കും ചിലപ്പോൾ അവരുടെ കോൺടാക്ട് നമ്പർ അല്ലെങ്കിൽ നെക്സ്റ്റ് ഒരു മെയിലായിട്ടൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ യൂസേഴ്സിന് അത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് ഓരോ വെബ്സൈറ്റും വർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാലോ ഒരു വെബ്സൈറ്റിൻ്റെയും ഡിസൈനും അതിൻ്റെ കാര്യങ്ങളിലൊക്കെ എത്രമാത്രം നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഇ കൊമേഴ്സ് ബിസിനസ്സിലോട്ട് നമ്മൾ ഇറങ്ങുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ഒഴിവാക്കേണ്ടത് ഈ റെഡിമെയ്ഡ് ടെംപ്ലേറ്റുകൾ, റെഡിമെയ്ഡ് അതായത് പ്രീ ബിൽറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. ഇക്കാര്യം ആ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അതൊരു 10 അല്ല 50 വിറ്റ് കഴിഞ്ഞാൽ ആ ഒരു പ്രോഡക്റ്റ് എക്സ്പയർഡായി. അല്ലെങ്കിൽ എങ്ങനെയുള്ള കമ്പനികളായിരിക്കണം ആ പ്രോഡക്റ്റിൽ ഡെയിലി ഇന്നോവേഷൻസ് കൊണ്ടുവരികയും ഡിസൈൻസിൽ ചേഞ്ചസ് കൊണ്ടുവരികയും അതേപോലെ SEOനെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള രീതിയിൽ അതിനകത്ത് കോഡിങ് കൊണ്ടുവരികയൊക്കെ ചെയ്യണം. സോ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇ കൊമേഴ്സ് ബിസിനസ്സിലേക്ക് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ എടുക്കുന്ന സ്റ്റെപ്സ് ആണ്. അപ്പോൾ അതിലൊന്നെന്ന് പറയുന്നത് ഡൊമൈൻ എടുക്കുക എന്നുള്ളതാണ്. നമുക്ക് ഡൊമൈൻ വാങ്ങുന്നതിന് ഒരുപാട് സൈറ്റുകൾ അവൈലബിൾ ആണ്. ഗോഡാഡി, ബിഗ് റോക്ക്, അങ്ങനെ എടുക്കുക. അപ്പോൾ ഇനി രണ്ടാമത്തെ പോയിന്റ് ആണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട സംഭവം, സെർവറാണ്. ഇതിന് നമ്മൾ ഉപയോഗിക്കുന്ന സെർവർ. ഈ സെർവറെ സംബന്ധിച്ചിടത്തോളം ആരും പറയാത്തൊരു കാര്യം വെച്ചാൽ സെർവർ നമ്മൾ നല്ല ഡെഡിക്കേറ്റഡ് സെർവർ ഉപയോഗിക്കുക. ഷെയർഡ് ഹോസ്റ്റിംഗ് നിങ്ങൾക്ക് 1000 രൂപയ്ക്കും 500 രൂപയ്ക്കും ചിലപ്പോൾ 1500 രൂപയ്ക്കൊക്കെ കിട്ടും. അപ്പോൾ ഒരുപാട് പേര് നിങ്ങളുടെ അടുത്ത് ചോദിക്കും, എനിക്ക് ഈ സെർവർ 1500 രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞല്ലോ, അല്ലെങ്കിൽ ഈ വെബ്സൈറ്റിൽ 5000 രൂപയ്ക്ക് എനിക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ 20,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു ഇ കൊമേഴ്സ് വെബ്സൈറ്റും ആൻഡ്രോയിഡ് ആപ്പും അല്ലെ iOS ഒക്കെ ഓഫർ ചെയ്യുന്ന ആൾക്കാർ ഒരു നല്ല സെർവറിന് മിനിമം നമ്മൾ ഒരു വർഷം മിനിമം ഏറ്റവും ബേസിക് ഒരു 7K to 10K എങ്കിലും നമ്മൾ ഒരു സെർവറിന് ഇൻവെസ്റ്റ് ചെയ്യണം.
ഓക്കെ, ഈവൻ 5K വേണമെങ്കിൽ നമുക്ക് അത് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ 20,000 രൂപയ്ക്ക് ഒരു തീം ഒരു സെറ്റ് ചെയ്ത് തരുന്ന ആൾക്കാർ നിങ്ങൾക്ക് ഒരു 7,000 രൂപ to 10,000 രൂപ വരെ അവർ സെർവറിൽ സ്പെൻഡ് ചെയ്യും. ഒന്നാമത്തെ പോയിന്റ്. ഇനി സെർവർ നമ്മൾ എടുക്കുകയാണെന്ന് വിചാരിച്ചോ, അപ്പോൾ നമ്മുടെ കോസ്റ്റിൽ ചേഞ്ചസ് വന്നു അല്ലേ. അപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഡൊമൈനിൽ ഇപ്പൊ നമുക്കൊരു മാക്സിമം ഒരു 1,000 രൂപ കണക്കാക്കുക, 1,000 റുപ്പീസ് നമുക്ക് ആവുന്നുള്ളൂ. പക്ഷെ നമ്മൾ സെർവർ നല്ല സെർവർ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഇയർലി ഒരു 5,000 സ്റ്റാർട്ടിംഗ് എന്ന് വെച്ചോ, എന്നാലും ഒരു 7,000 റുപ്പീസ് ഇൻക്ലൂഡിങ് GST ഒക്കെ ഉൾപ്പെടെ ഒരു 7,000 to 10,000 നമ്മൾ സെർവറിന് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കണം. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന വെബ്സൈറ്റ് ആണ്. ഈ വെബ്സൈറ്റ് നമ്മൾ ആളുകൾ ലാർജ്ലി യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമുകൾ ഇപ്പോൾ ഷോപ്പിഫൈ അല്ലെങ്കിൽ WooCommerce, വേർഡ്പ്രസ്, ഇതൊക്കെയാണ്. അപ്പോൾ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് കസ്റ്റം ചെയ്യാൻ അറിയാമെന്നുണ്ടെങ്കിൽ, ഡിസൈൻ ചെയ്യാമെന്ന് അറിയാമെന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഈ ഒരു പ്രോസസ്സ് നമ്മളുടെ കയ്യിൽ തന്നെ നിൽക്കും. അല്ലെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു ഡിസൈനറെ, ഒരു ഡെവലപ്പറെ ഹയർ ചെയ്യാം. ഇതാണ് നമുക്ക് ഒരു ലോ കോസ്റ്റിൽ നമുക്കൊരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗം എന്ന് പറയുന്നത്. അല്ലാതെ നിങ്ങൾ പോവരുത് ഒരിക്കലും. നിങ്ങൾ ഈ ടെംപ്ലേറ്റ് റെഡിമെയ്ഡ് സോഫ്റ്റ്വെയർ അതിലേക്ക് നിങ്ങൾ ഒരിക്കലും പോവാതിരിക്കുക. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സംഭവം നമുക്ക് വേണ്ട. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരു സെയിൽ പോലും കിട്ടില്ല. ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ കൂടി പറഞ്ഞിട്ട് ഞാൻ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അതായത് ഇപ്പോൾ എനിക്കൊരു ടാക്സി കാർ വേണം. അപ്പോൾ എനിക്ക് ആ കാറ്, ഞാൻ ടാക്സി ഓടാൻ പോവാണ്, ഊബർ ഓടാൻ പോകുന്നു വിചാരിച്ചു. അപ്പോൾ എനിക്ക് വളരെ കുറഞ്ഞ ചിലവിൽ ഒരു 50,000 രൂപയ്ക്ക് ഒരു കാറ് കിട്ടി. പക്ഷെ ആ കാറിൽ പാസഞ്ചേഴ്സായിട്ട് എനിക്ക് ഒരു 10 കിലോമീറ്റർ മുമ്പോട്ട് പോകാൻ പറ്റില്ല. അത്രയും പോയി കഴിഞ്ഞാൽ എൻ്റെ വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടാവും. അതുപോലെ തന്നെയാണ് ഒരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് നിങ്ങൾ ബിൽഡ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഇ-കൊമേഴ്സ് ബിസിനസ്സിലേക്ക് നിങ്ങൾ ഇറങ്ങുമ്പോൾ ഈ പറയുന്ന റെഡിമെയ്ഡ് സോഫ്റ്റ്വെയറുകൾ, റെഡിമെയ്ഡ് ടെംപ്ലേറ്റുകൾ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഓരോ ദിവസവും ഇ-കൊമേഴ്സിലേക്ക് വരുന്ന ആളുകളുടെ, ബിസിനസ്സിലേക്ക് വരുന്ന ആളുകളുടെ എണ്ണം വളരെ 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 കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ആസ് എ ബിഗിനർ നമ്മൾ അതിലേക്ക് വരുമ്പോൾ ഓക്കെ, ഞാൻ ഈ ഒരു ലോ ബഡ്ജറ്റിൽ നിങ്ങൾ ഇതിലേക്ക് വരുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ ഈ ഒരു ചെറിയ ഒരു രൂപയാണെങ്കിൽ പോലും ആ 1 രൂപ നമ്മൾ മുടക്കുന്നത് കൊണ്ട് നമുക്കൊരു ഗുണം ഉണ്ടാവണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, കാറിൻ്റെ എക്സാമ്പിൾ പറഞ്ഞ പോലെ, നമ്മളൊരു വണ്ടി വാങ്ങിച്ച് ആ വണ്ടി ഓടണ്ടേ? അല്ലെങ്കിൽ ഒരു വണ്ടി നമുക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ വണ്ടി വീട്ടിൽ മാത്രം കയറ്റിയിട്ട് 10 കിലോമീറ്റർ ഓടിച്ചിട്ട് പിന്നെ അവിടെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയിരിക്കാൻ പാടില്ലല്ലോ.